2023 പുറത്തിറങ്ങിയ ജാപ്പനീസ് ചലച്ചിത്രം ഔർ സീക്രട്ട് ഡയറിയുടെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് സെറ്റോയാമ എന്ന പയ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഹൈസ്കൂളിലെ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ് അവൻ. സ്കൂളിലെ തന്നെ മോസ്റ്റ് പോപ്പുലർ പയ്യനുമാണ്. സ്കൂളിലെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിനാൽ പതിവ് പോലെ ക്ലാസ് സീറ്റിന്റെ അറേഞ്ച്മെന്റുകൾ മാറ്റാനായി ആരംഭിച്ചു. സെറ്റോയാമയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട് ഒരു സീറ്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം മുതൽ അവനതിൽ നോട്ടമിട്ടിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ആ സീറ്റ് മറ്റൊരു ക്ലാസ്മേറ്റ് എടുത്തു. അതുകൊണ്ട് തന്നെ ആ സീറ്റിൽ അവനൊരു നോട്ട് എഴുതി വെച്ചു. ഈ സീറ്റ് എന്റേതാണ്, നീ ആരാടാ എന്ന മട്ടിലായിരുന്നു അത്. പിന്നീടായിരുന്നു ക്ലാസ്സിലേക്ക് മറ്റു കുട്ടികൾ എത്തുന്നതും അവരവരുടെ സീറ്റുകളിൽ ഇരിക്കുന്നതും. സെറ്റോയാമ നോട്ട് എഴുതി വെച്ച് അവന്റെ ഫേവറേറ്റ് സീറ്റിൽ വന്നിരുന്നത് നൊസോമി എന്ന പെൺകുട്ടിയായിരുന്നു. സെറ്റോയാമ എഴുതിയ നോട്ടെടുത്ത് നൊസോമി തന്റെ പോക്കറ്റിൽ വെച്ചു. അതവൾക്ക് തുറന്നു നോക്കാൻ നേരം കിട്ടിയില്ല. പിന്നാലെ ബ്രോഡ്കാസ്റ്റിംഗ് മുറിയിലേക്കും പോയി. സ്കൂളിന്റെ റീക്രിയേഷണൽ ആക്ടിവിറ്റിയുടെ ഭാഗമായി അവളായിരുന്നു ബോഡ്കാസ്റ്റ് റൂമിൽ നിന്നും പാട്ടുകൾ പ്ലേ ചെയ്യിപ്പിക്കേണ്ടത്. അവിടെ ഇരിക്കുമ്പോൾ അവൾ ആ നോട്ട് ഓപ്പൺ ചെയ്തു. ആ നോട്ടിൽ ആരാണെന്ന് ചോദിച്ചെഴുതിയിരിക്കുന്നത് സെറ്റോയാമ എന്ന് കണ്ടതും അവൾ വല്ലാതെ എക്സൈറ്റഡ് ആയി. നൊസോമിയുടെ ചൈൽഡ്ഹുഡ് ക്രഷായിരുന്നു അവൻ. സെറ്റോയാമയെ അവൾക്ക് ഒരുപാട് ഇഷ്ടവുമാണ്. സെറ്റോയാമയുടെ ആ കുറിപ്പ് കണ്ടതും അവൾക്ക് വലിയ സന്തോഷം തോന്നി. അന്നു വൈകുന്നേരം അവളും സെറ്റോയാമയും നേർക്ക് നേരെ വന്നു. സെറ്റോയാമയെ കണ്ടതും ഒരു നിമിഷം അവൾ സ്തബ്ധയായി നിന്നുപോയി. ഭാഗ്യത്തിന് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് മറ്റ്സുമി വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോയതുകൊണ്ട് അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. വീട്ടിലെത്തിയ അവൾക്ക് സെറ്റോയാമയ്ക്ക് ഒരു മറുപടി കത്തെഴുതണമെന്ന് തോന്നി. ആ ബെഞ്ച് തന്റേതാണ്, തനിക്ക് പ്രിയപ്പെട്ടതാണെന്ന് അറിയിച്ചതിനും സ്വാഗതം ചെയ്തതിനും സെറ്റോയാമയ്ക്ക് തിരികെ സന്തോഷം അറിയിക്കണം എന്നതായിരുന്നു കത്തിലൂടെ അവളുടെ ഉദ്ദേശം. കൂട്ടത്തിൽ തനിക്ക് അവനെ തീരെ പരിചയമില്ല എന്നും അവൾ കൂട്ടിച്ചേർത്തു. അടുത്ത ദിവസം രാവിലെ സ്കൂളിലെത്തിയപ്പോൾ ഒരു പെൺകുട്ടി സെറ്റോയാമയെ പ്രപ്പോസ് ചെയ്യുന്നതും പക്ഷേ തനിക്ക് മറ്റൊരാളുണ്ട് എന്ന് പറഞ്ഞ് സെറ്റോയാമ ആ പെൺകുട്ടിയെ മടക്കി അയക്കുന്നതും അവൾ നേരിട്ട് കണ്ടിരുന്നു. താൻ ആരാണെന്ന് അറിയിക്കാതെ നൊസോമി തന്റെ മറുപടി കത്ത് സെറ്റോയാമയ്ക്ക് കൈമാറി. വൈകാതെ അടുത്ത കത്തും അവളെ തേടിയെത്തി. തനിക്ക് രഹസ്യമായി കത്തെഴുതുന്നത് ആരാണ്, മറുപടി കത്തെഴുതിയ വ്യക്തിയെ പരിചയപ്പെടുത്താമോ എന്ന് ചോദിച്ചായിരുന്നു അത്. പരിചയപ്പെടാൻ നമുക്കൊന്നിച്ചൊരു ഡേറ്റിന് പോയാലോ എന്നും കത്തിലുണ്ടായിരുന്നു. കത്ത് വായിച്ചതും നൊസോമി വല്ലാതെ എക്സൈറ്റഡ് ആയി. അവൾ വേഗത്തിൽ ബ്രോഡ്കാസ്റ്റ് മുറിയിലേക്ക് പോയി. അവൾ പോയതിന് പിന്നാലെ ക്ലാസ്സിലേക്ക് സെറ്റോയാമ കയറി വന്നപ്പോൾ കണ്ടത് തന്റെ ഫേവറേറ്റ് ഡെസ്കിന് സമീപം മറ്റ്സുമി നിൽക്കുന്നതായിരുന്നു. അതോടെ മറ്റ്സുമി ആയിരിക്കും തനിക്ക് കത്തുകൾ എഴുതുന്നത് എന്ന് സെറ്റോയാമ കരുതി. പിന്നീട് അങ്ങോട്ടേക്ക് സെറ്റോയാമയും നൊസോമിയും തമ്മിൽ കത്തുകളിലൂടെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. അവർക്കിടയിൽ ഒരു ബോണ്ടിങ്ങും ഉടലെടുത്തു. കത്തുകളിൽ ഇങ്ങനെ എഴുതുന്നത് അത്ര സുഖകരമായ കാര്യമല്ലെന്നും നമുക്കൊരു കോമൺ ഡയറി വെച്ച് അതിലിതുപോലെ കത്തുകൾ എഴുതി കൂൾ ലോക്കറിലെ ഒരു കോമൺ ലോക്കറിൽ അത് സൂക്ഷിച്ചാലോ എന്നൊരാശയം സെറ്റോയാമ മുന്നിലേക്ക് വെച്ചു. നൊസോമിയും അതിന് സമ്മതിച്ചു. അങ്ങനെ ഡയറിയിൽ എഴുതിയ കത്ത് ആദ്യമായി നൊസോമിയുടെ കൈക്കലെത്തി. നൊസോമി ഡയറി തുറന്നു വായിച്ചു. അതിൽ മറ്റ്സുമി എന്ന് അഭിസംബോധന ചെയ്തിരുന്നു. അതോടെ സെറ്റോയാമ തന്നെ മറ്റ്സുമിയായി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മറ്റ്സുമിക്കാണ് അവൻ കത്തുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്ന് നൊസോമി മനസ്സിലാക്കി. ആദ്യം കൺഫ്യൂസ്ഡ് ആയിരുന്നെങ്കിലും അടുത്ത ദിവസം കൊണ്ട് അവൾ അത് പൂർണ്ണമായും മനസ്സിലാക്കുകയും അന്ന് രാത്രിയിൽ തിരിച്ചെത്തി തെറ്റിദ്ധാരണ തിരുത്തിക്കൊണ്ട് സെറ്റോയാമയ്ക്ക് കത്തെഴുതുകയും ചെയ്തു. പിറ്റേന്ന് കോമൺ ക്ലോസറ്റിൽ ഡയറി വെക്കാനായി അവൾ ചെല്ലുമ്പോൾ സെറ്റോയാമ അവിടെ ഉണ്ടായിരുന്നു. അതവളെ വല്ലാതെ നെർവസ് ആക്കി. തിരികെ പോരാനൊരുങ്ങി അവൾ താഴേക്കും വീണുപോയി. സെറ്റോയാമ ഓടി വന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. പിന്നാലെ അവളോട് താൻ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ മറ്റ്സുമിയുമായി രഹസ്യമായി സംസാരിക്കുന്നത് അവൾക്കറിയാമോ എന്ന് തിരക്കുകയും ചെയ്തു. അല്പം മടിയോടെയെങ്കിലും തനിക്കത് അറിയാമെന്നും മറ്റ്സുമി ഉടൻ തന്നെ മറുപടി തരും എന്നും അവൾ സെറ്റോയാമയോട് പറഞ്ഞു പോന്നു. അന്ന് ആ പരിചയപ്പെടലിന് ശേഷം എന്തുകൊണ്ടോ താൻ ആരെന്ന സത്യം വെളിപ്പെടുത്തേണ്ടതില്ല എന്ന് നൊസോമിക്ക് തോന്നി. മറ്റ്സുമിയുടെ പേരിൽ തന്നെ അവൾ കത്തുകൾ എഴുതാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിയുന്തോറും അവർ കൂടുതൽ കത്തുകളിലൂടെ സംസാരിച്ചു. ഫേവറേറ്റ് ഭക്ഷണത്തെ പറ്റിയും ബാൻഡുകളെ പറ്റിയും ഒക്കെ അവർ വാചാലരായി. അവർക്കിടയിലെ ബോണ്ടിങ്ങും കൂടുതൽ ശക്തമായി വന്നു. ഒരു ദിവസം അവൾ തന്റെ ഫ്രണ്ടിനൊപ്പം ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പോയി. അവിടെ സെറ്റോയാമയും ഉണ്ടായിരുന്നു. സെറ്റോയാമ ഉണ്ടെന്നറിഞ്ഞതും അവൾ പെട്ടെന്ന് നെർവസ് ആയി. ഫ്രഷൻ ആവട്ടെ എന്ന് പറഞ്ഞ് അവൾ പുറത്തേക്കിറങ്ങി. പക്ഷേ നൊസോമിയുടെ പിന്നാലെ സെറ്റോയാമയും അങ്ങോട്ടേക്ക് വന്നിരുന്നു. റൂഫ് ടോപ്പിൽ നിന്ന് അവർ സംസാരിക്കാൻ തുടങ്ങി. ബ്രോഡ്കാസ്റ്റിംഗ് റൂമിൽ നിന്നും അവൾ പ്ലേ ചെയ്യുന്ന പാട്ടുകൾ അത്ര ഓക്കെയല്ലെന്ന് പറഞ്ഞ് എല്ലാവരും പരിഹസിക്കുകയാണെന്നും അതൊന്നും നീ കാര്യമാക്കണ്ടെന്നും നീ നിനക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യണം എന്നുമൊക്കെ സെറ്റോയാമ നൊസോമിയെ ഉപദേശിച്ചു. അധികം വൈകാതെ നൊസോമിയുടെ കൂട്ടുകാർ അങ്ങോട്ടേക്ക് കടന്നു വന്നു. നൊസോമി അവർക്കൊപ്പം പാർട്ടി കഴിഞ്ഞുപോയി. താനും പോവുകയാണ് എന്ന് സെറ്റോയാമയും നൊസോമിയോട് പറഞ്ഞു.
വീണ്ടും അവർ കണ്ട് സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി. നടക്കുമ്പോൾ നൊസോമി എന്ത് സ്ലോവായ നടക്കുന്നത് എന്ന് സെറ്റോയാമ കമന്റ് പറഞ്ഞു. തന്റെ കാലുകൾ കുഞ്ഞിതല്ലേ, അതുകൊണ്ടായിരുന്നു തമാശ രീതിയിൽ അവളുടെ മറുപടി. അവളുടെ നാണം ഗുണങ്ങളിനെ അഡ്രസ് ചെയ്ത സെറ്റോയാമ കൂടുതൽ ബോൾഡായി സംസാരിക്കാനും എന്നാലേ ആളുകൾക്ക് അവളെ മനസ്സിലാക്കാൻ സാധിക്കൂ എന്നും കൂട്ടിച്ചേർത്തു. താൻ ആദ്യം ഒരാളെ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയ ശേഷമേ അയാളോട് നല്ല രീതിയിൽ സംസാരിക്കാറുള്ളൂ എന്നായിരുന്നു നൊസോമിയുടെ മറുപടി. ഇരുവരുടെയും സംസാരം കൂടുതൽ ഡീപ്പറായി വന്നു. നൊസോമിയോട് ഏറെ അടുപ്പം തോന്നിയ സെറ്റോയാമ അവളുടെ കവിൾ പിടിച്ചു. അത് പിഞ്ച് ചെയ്തു. താൻ തന്റെ സഹോദരിയുടെ മുഖം ഇതുപോലെ ആക്കാറുണ്ട് എന്നും അവൻ തമാശയോടെ പറഞ്ഞു. മനസ്സ് തുറന്ന് സെറ്റോയാമ അവളോട് സംസാരിക്കാൻ തുടങ്ങി. പാരന്റ്സിന്റെ മരണശേഷം മുത്തശ്ശി കഷ്ടപ്പെട്ട് വളർത്തുന്നതിനെ പറ്റിയുമൊക്കെ അവൻ പറഞ്ഞു. മുത്തശ്ശി ഇപ്പോൾ രോഗബാധിതയാണെന്നും തന്നെ കൊണ്ടൊക്കെ മാനേജ് ചെയ്യാൻ സാധിക്കോ എന്നുള്ള ഭയവും അവൻ പങ്കുവെച്ചു. അവനെ കൊണ്ട് അതൊക്കെ മാനേജ് ചെയ്യാൻ സാധിക്കും എന്നായിരുന്നു നൊസോമിയുടെ മറുപടി. അതവന് വലിയ ആശ്വാസം പകർന്നിരുന്നു. അന്ന് വീട്ടിലേക്ക് തിരികെ എത്തിയപ്പോൾ സെറ്റോയാമ മുഖം പിടിച്ച് നെക്കി നോക്കിയ പോലെ അവൾ സ്വയം നെക്കി നോക്കി. അവൾക്കെന്തോ സന്തോഷം തോന്നി. വൈകാതെ അടുത്ത ദിവസം ക്ലാസ്മേറ്റ്സിന് ഒന്നിച്ച് അമ്യൂസ്മെന്റ് പാർക്കിൽ പോകാൻ നൊസോമിയും സെറ്റോയാമയും തീരുമാനിച്ചിരുന്നു. നൊസോമി ആയിരുന്നു അങ്ങോട്ടേക്ക് ആദ്യം എത്തിയത്. വൈകാതെ സെറ്റോയാമയും വന്നെത്തി. അവളെ കാഷ്വൽ ഡ്രസ്സിൽ കണ്ട സെറ്റോയാമ കാഷ്വൽ ഡ്രസ്സിൽ അവളെ കാണാൻ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ നൊസോമി സന്തോഷിച്ചിരുന്നു. പിന്നാലെ മറ്റ്സുമി അങ്ങോട്ടേക്ക് എത്തി. മറ്റ്സുമി എത്തിയതും സെറ്റോയാമ അവളെ തന്നെ നോക്കുന്ന കണ്ട് നൊസോമിക്ക് അസ്വസ്ഥത തോന്നി. വൈകാതെ എല്ലാവരും എത്തിച്ചേർന്നു. പാർക്കിൽ അവർ അടിച്ചു പൊളിച്ചു. ശേഷം ഒരു ഇടവേളയിൽ നൊസോമിയും സെറ്റോയാമയും ഒന്നിച്ചിരുന്ന് സംസാരിച്ചു. ഒരു ആർക്കേഡ് ഗെയിമിൽ വിജയിച്ച അവൻ അവൾക്കായി ഒരു പാവക്കുട്ടിയെയും നേടി നൽകി. പക്ഷെ പിന്നാലെ മറ്റ്സുമി അങ്ങോട്ട് വരുന്ന കണ്ടതും സെറ്റോയാമ അങ്ങോട്ടേക്ക് പോയി. നൊസോമിക്ക് വല്ലാത്ത ദുഃഖം അനുഭവപ്പെട്ടു. പക്ഷെ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അന്ന് തിരികെ എത്തി അവൾ വിതുമ്പിക്കൊണ്ട് സെറ്റോയാമയ്ക്ക് ഒരു കത്തെഴുതാൻ ആരംഭിച്ചു. ചെറുപ്പം തൊട്ടേ നിന്നെ എനിക്കിഷ്ടമായിരുന്നു എന്നൊക്കെ അവൾ എഴുതി. പക്ഷെ പെട്ടെന്ന് എന്തോ തോന്നി അവൾ അതിൽ നിന്ന് പിൻവാങ്ങി. ഇന്നത്തെ ദിവസം നല്ലതായിരുന്നു എന്നൊക്കെ അവൾ എഴുതാൻ തുടങ്ങി. അടുത്ത ദിവസം സെറ്റോയാമ നൊസോമി ബാസ്കറ്റ്ബോൾ കളിക്കുന്നു കണ്ടു. കളിയിൽ അവൾ പ്രഗത്ഭയൊന്നും ആയിരുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഇംഗ്ലീഷ് ക്ലാസിന്റെ പേപ്പർ ലഭിച്ചപ്പോൾ അതിൽ അവൾ ഏവരെയും അതിശയിപ്പിച്ചിരുന്നു. അവളായിരുന്നു ടോപ്പ് സ്കോറർ. ഇംഗ്ലീഷിൽ അവൾ അത്ര മികച്ചതായതുകൊണ്ട് നമുക്ക് കമ്പൈൻ സ്റ്റഡി നടത്തിയാലോ എന്നുപോലും സെറ്റോയാമ അവൾക്കരികിലെത്തി ചോദിച്ചു. താൻ എത്ര ശ്രമിച്ചിട്ടും തന്റെ ഇംഗ്ലീഷ് പ്രൊഫഷൻസി നന്നാവുന്നില്ല എന്നായിരുന്നു അവനതിന് കാരണമായി പറഞ്ഞത്. തന്നെ സഹായിക്കാമോ എന്ന് സെറ്റോയാമ ചോദിച്ചതും നൊസോമി സന്തോഷത്തോടെ അത് സമ്മതിച്ചു. സെറ്റോയാമ തന്റെ കോണ്ടാക്ട് നമ്പറും ഡീറ്റെയിൽസും അവൾക്ക് കൈമാറുകയും ചെയ്തു. അടുത്ത ദിവസം ഇംഗ്ലീഷ് ക്ലാസിന്റെ സമയം പറഞ്ഞ് നൊസോമി സെറ്റോയാമയ്ക്ക് മെസ്സേജ് അയച്ചു. തന്റെ ഇംഗ്ലീഷ് സ്കില്ലുകൾ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുവാനായി സെറ്റോയാമയും അവൾ പറഞ്ഞ നേരത്തെത്തി. ശേഷം സെറ്റോയാമയ്ക്കൊപ്പം നൊസോമി അവന്റെ വീട്ടിൽ പോയിരുന്നു. അവിടെ വെച്ച് അവന്റെ ഇളയ സഹോദരി നൊസോമി സെറ്റോയാമയുടെ ഗേൾഫ്രണ്ടാണ് എന്ന് തെറ്റിദ്ധരിച്ചു. മുത്തശ്ശിയും നൊസോമിയെ ശ്രദ്ധിച്ചിരുന്നു. ശേഷം അവരിരുവരും ഒന്നിച്ച് പഠിക്കാനിരുന്നു. ഏറെ രസകരമായ തമാശകൾ നിറഞ്ഞ ഒരു സമയം കൂടിയായിരുന്നു അത്. അന്ന് തിരികെ പോരുമ്പോൾ ബാസ്കറ്റ്ബോളിൽ അത്ര നല്ല പ്ലെയർ അല്ലാത്ത നൊസോമിയെ സഹായിക്കുവാൻ സെറ്റോയാമ തീരുമാനിച്ചു. അവൻ അവൾക്കു വേണ്ട ഉപദേശങ്ങളും മോട്ടിവേഷനും ഒക്കെ പകർന്നു. ഈ സമയം മറ്റൊരു വശത്ത് നൊസോമിയുടെ എക്സ് ബോയ് ഫ്രണ്ട് ഹരൂട്ടോ ആകട്ടെ അവളുമായി വീണ്ടും ഒന്നുചേരണം എന്നാഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത ദിവസം ഹരൂട്ടോ നൊസോമിയെ കാണാനെത്തി. അവളും സെറ്റോയാമയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് എന്ന് തിരക്കി. ചോദ്യത്തിൽ ആദ്യം അവളൊന്ന് പതറിയെങ്കിലും തങ്ങൾ സുഹൃത്തുക്കളാണ് എന്നവൾ മറുപടി പറഞ്ഞു. സെറ്റോയാമയാകട്ടെ ആ സമയം നൊസോമിയെ അന്വേഷിക്കുകയായിരുന്നു. കാരണം അത്തവണത്തെ ഇംഗ്ലീഷ് ടെസ്റ്റിൽ അവൻ മികവ് കാട്ടിയിരുന്നു. അവളെ അന്വേഷിച്ചു പോയ സെറ്റോയാമ അവളും അവളുടെ എക്സ് ബോയ് ഫ്രണ്ടും സംസാരിക്കുന്നത് കേട്ടു. നമുക്ക് വീണ്ടും ഒന്നു ചേർന്നുകൂടെ എന്ന് എക്സ് ബോയ് ഫ്രണ്ട് അവളോട് ചോദിക്കുന്ന കേട്ടതും സെറ്റോയാമ അസ്വസ്ഥനാവുകയും അവിടെ നിന്ന് പോവുകയും ചെയ്തു. അന്ന് രാത്രിയിൽ സെറ്റോയാമ അവൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചു. മെസ്സേജ് കണ്ടതും നൊസോമി റിപ്ലൈ അയച്ചു. നാളെ ഫ്രീ ആണോ എന്നും തനിക്കൊരു പ്രധാന കാര്യം ഷെയർ ചെയ്യാനുണ്ട് എന്നുമായിരുന്നു അവൾ അയച്ചത്. വളരെയധികം ആവേശത്തോടെ സെറ്റോയാമ യെസ് പറയുകയും ചെയ്തു. അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് നൊസോമിയും മറ്റ്സുമിയും തമ്മിൽ ചെറിയൊരു ആർഗ്യുമെന്റ് ഉണ്ടായി. ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് കാരണമായിരുന്നു അത്. അത് അവളുടെ മൂടാകെ ഇല്ലാതാക്കി. അവൾ സ്കൂളിന്റെ റൂഫ് ടോപ്പിലേക്ക് പോയി. സെറ്റോയാമയും അവളുടെ ഒപ്പം അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. നടന്ന കാര്യങ്ങളെ പറ്റിയും മറ്റും
അവൾ അവനോട് പറഞ്ഞു തന്റെ ഭാഗത്തല്ല തെറ്റെന്നും മത്സൂമിയുടെ ഭാഗത്തായിരുന്നു എന്നും കൂട്ടിച്ചേർത്തു. കാര്യങ്ങൾ സെറ്റോയാമയ്ക്ക് മനസ്സിലായിരുന്നു. അവൾ അവൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കണമെന്നും തെറ്റിദ്ധാരണകൾ സംഭവിച്ചാൽ വലിയ പ്രശ്നമാവുന്നതിനു മുമ്പ് തുടക്കത്തിലെ അതൊക്കെ പരിഹരിക്കപ്പെടണം എന്നും അവൻ വ്യക്തമാക്കി. ഇല്ലെങ്കിൽ അത് വളർന്ന് ഒരു ഹ്യൂജ് ഇഷ്യൂവായി മാറും എന്നും കൂട്ടിച്ചേർത്തു. വൈകാതെ അവളുടെ അസ്വസ്ഥത മാറ്റുവാൻ റൂഫ് ടോപ്പിൽ നിന്ന് അലറി വിളിക്കുവാൻ അവൻ പറഞ്ഞു. അത് വളരെ സില്ലിയായി ആദ്യം തോന്നിയെങ്കിലും സെറ്റോയാമ പറഞ്ഞതുകൊണ്ട് അവളത് ചെയ്തു കഴിഞ്ഞപ്പോൾ അവൾക്ക് വലിയ ആശ്വാസം തോന്നി. സെറ്റോയാമയും അവളുടെ കൂടെ കൂടിയിരുന്നു. പിന്നീട് നൊസോമിയും സെറ്റോയാമയും ക്ലാസ്സിലിരുന്ന് സംസാരിക്കുമ്പോൾ എക്സ് ബോയ് ഫ്രണ്ടിനെ പറ്റിയും അവന്റെ ഉദ്ദേശത്തെ പറ്റിയും അവളോട് അവൻ തിരക്കി. അവൻ എപ്പോഴും അവളെ ഇഷ്ടമാണോ എന്നും വീണ്ടും റിലേഷൻഷിപ്പ് ഒന്നിച്ചു കൊണ്ടുപോകാനാണോ ആഗ്രഹിക്കുന്നത് എന്നും ചോദ്യത്തിൽ കൂട്ടിച്ചേർത്തു. വളരെ സ്വാഭാവികമായ രീതിയിലാണ് തങ്ങളുടെ റിലേഷൻഷിപ്പ് തുടങ്ങിയതെന്നും പക്ഷേ തന്റെ സ്വഭാവം മോശം പറഞ്ഞ് അവൻ തന്നെ ഇട്ടിട്ട് പോയെന്നും ഇപ്പോൾ തിരിച്ചു വന്ന് വീണ്ടും ഒന്നുചേരണമെന്ന് ആവശ്യപ്പെടുകയാണ്. പക്ഷേ തനിക്കിപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ല എന്നവൾ വ്യക്തമാക്കി. എന്താ മറ്റാർക്കെങ്കിലും ചാൻസ് കൊടുക്കാൻ സാധ്യതയുണ്ടോ, അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് സെറ്റോയാമ ചോദിച്ചു. അതിപ്പോ ആര്യ അങ്ങനെ ചാൻസ് കൊടുത്ത് കൂടെ കൂട്ട എന്ന് തമാശ രീതിയിൽ അവൾ ചോദിച്ചു. ഉടൻ സെറ്റോയാമയുടെ തമാശ മറുപടി വന്നു. എനിക്കൊരു ചാൻസ് തന്ന് എന്നെ കൂടെ കൂട്ടിക്കോ എന്നായിരുന്നു അത് കേട്ടതും ഞാനെന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു. പക്ഷെ പെട്ടെന്ന് അവൾ കരികിലേക്ക് വന്ന് അവൻ അവളെ ചുംബിച്ചു. ഒരു നിമിഷം അവൾ സ്തബ്ധയായി പോയിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ അവൾ പകച്ചു നിന്നു. പിന്നാലെ അവൻ അവളുടെ കൈ പിടിക്കാൻ നോക്കിയതും പെട്ടെന്ന് എന്തുകൊണ്ടോ ഭയന്ന പോലെ അവൾ പിന്മാറി. തന്റെ പ്രവൃത്തി കൊണ്ട് നൊസോമി അൺകംഫോർട്ടബിൾ ആയിട്ടുണ്ട് എന്ന് മനസ്സിലായതും സെറ്റോയാമ അവളോട് ക്ഷമ ചോദിച്ചുടൻ അവിടെ നിന്ന് പോയി. അന്ന് രാത്രി മടങ്ങിയെത്തി നടന്നതിനെ പറ്റിയൊക്കെ അവൾ ചിന്തിക്കുകയായിരുന്നു. അത്രയും കാലത്തെ തന്റെ ക്രഷായ സെറ്റോയാമ തന്നെ ചുംബിച്ചത് അവൾക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം മത്സൂമിയും നൊസോമിയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുകയും പരസ്പരം മനസ്സിലാക്കി അവർ ഒന്നുചേരുകയും ചെയ്തു. എല്ലാം തുറന്നു പറയണം എന്ന് നൊസോമിക്ക് തോന്നിയിരുന്നു. അവൾ ഹൃദയം തുറന്ന് സെറ്റോയാമയ്ക്കൊരു കത്തെഴുതി അതവന്റെ ഡെസ്കിൽ വെച്ചു. ശേഷം അവൾ ബ്രോഡ്കാസ്റ്റ് സ്റ്റുഡിയോയിലേക്ക് പോവുകയും അവളുടെ പ്രിയപ്പെട്ട പാട്ട് പ്ലേ ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. ഇതിനിടയിൽ സെറ്റോയാമയ്ക്ക് ആ കത്ത് ലഭിച്ചു. സെറ്റോയാമ കത്ത് വായിച്ചതും അതിശയത്തോടെ ബ്രോഡ്കാസ്റ്റ് സ്റ്റുഡിയോയിലേക്ക് ഓടിച്ചെല്ലാൻ ആരംഭിച്ചു. ആ കത്തിൽ നൊസോമി സത്യങ്ങൾ തുറന്നെഴുതിയിരുന്നു. അത്ര നാളും ഡയറിയിലൂടെയും കത്തിലൂടെയും സെറ്റോയാമയോട് സംവദിച്ചിരുന്നത് താനാണ്, മത്സൂമി അല്ലെന്ന സത്യം. കൂടാതെ ചെറുപ്പം തൊട്ടേ താൻ സെറ്റോയാമയെ പ്രണയിച്ചിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ള കാര്യവും അവൾ ആ സമയം തുറന്നു പറഞ്ഞു. ഒരു ഞെട്ടലോടെ നീ എന്താ തമാശ പറയുവാണോ എന്ന് സെറ്റോയാമ ചോദിച്ചു. ക്ഷമാപണം നടത്തിക്കൊണ്ട് താൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ് എന്നായിരുന്നു അവളുടെ മറുപടി. സെറ്റോയാമയുടെ ഉള്ളിൽ ഇമോഷൻസിന്റെ തിരമാലകൾ അടിക്കുകയായിരുന്നു. നിറക്കണ്ണുകളോടെ അവളോട് ക്ഷമ ചോദിച്ച സെറ്റോയാമ അവളാണ് കത്തുകൾ എഴുതുന്നത് എന്ന് തിരിച്ചറിയാൻ വൈകിയതിന് അവളോട് മാപ്പപേക്ഷിച്ചു. താനും തന്റെ ഫീലിംഗ്സ് മറച്ചുവെക്കാൻ പാടില്ലായിരുന്നു എന്ന് ആ നിമിഷം അവൻ പറഞ്ഞു. ഇരുവരും അങ്ങനെ സംസാരിച്ചു നിൽക്കിയ അബദ്ധത്തിൽ നൊസോമി സ്റ്റുഡിയോയിലെ മൈക്രോഫോൺ ഓണാക്കിയിരുന്നു. അവരുടെ ഇമോഷണൽ കോൺവെർസേഷൻ അതോടെ സ്കൂൾ മുഴുവൻ സ്പീക്കറിലൂടെ കേൾക്കാൻ തുടങ്ങി. കുട്ടികൾ അത് കേൾക്കുന്നുണ്ടായിരുന്നു. സെറ്റോയാമ നൊസോമിയെ പ്രപ്പോസ് ചെയ്തതും കുട്ടികൾക്കിടയിൽ ആരവം തന്നെ മുഴങ്ങി. പിന്നാലെ മൈക്രോഫോൺ സ്വിച്ച് ഓൺ ആണെന്ന് കണ്ടതും സെറ്റോയാമ ചിരിച്ചു. അവർ ഉടനടി ആ സ്വിച്ച് ഓഫ് ചെയ്തു. പിന്നാലെ തന്റെ മനസ്സിലുള്ളത് മുഴുവൻ അവൻ തുറന്നു പറയാൻ ആരംഭിച്ചു. പണ്ട് തൊട്ടേ സെറ്റോയാമയ്ക്ക് നൊസോമിയോട് ഇഷ്ടമായിരുന്നുവെന്നും അവൾ ക്ലാസ്സിലുള്ളപ്പോൾ അവളെ കാണാൻ വേണ്ടി മാത്രം താൻ ക്ലാസ്സിലിരിക്കാറുണ്ടായിരുന്നു എന്നും സെറ്റോയാമ പറഞ്ഞു. അവളോട് ഇടപഴകിയപ്പോൾ അവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്നും അന്ന് അവളെ ചുംബിച്ച ദിവസം താനാകെ വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി എന്നും അവൻ വ്യക്തമാക്കി. അവളോട് തന്റെ പ്രണയം തുറന്നു പറയാനിരിക്കെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നും കൂട്ടിച്ചേർത്തു. നൊസോമിക്ക് അത് കേട്ട് ഒരു ഞെട്ടലായിരുന്നു ഉണ്ടായത്. സന്തോഷം കൊണ്ട് അവൾ അലറി വിളിച്ചു. താനും അവനെ പ്രണയിക്കുന്നു എന്നായിരുന്നു ആ അലറിവിളിയിൽ അവൾ പറഞ്ഞത്. സന്തോഷത്തോടെ ഇരുവരും ഒന്നുചേരുകയും ചുംബിക്കുകയും ചെയ്യുന്ന ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.